ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് ഇസ് വൺ ഓഫ് ദി വേഴ്സ്റ്റ് മൂവി ഓഫ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ്. വൺ ഓഫ് ദി വേഴ്സ്റ്റ് എന്ന് പറയാൻ പറ്റുള്ള കാരണം ഇതേപോലത്തെ കാട്ടവരാത്ത സാധനങ്ങൾ നമ്മൾ വേറെ കുറെ കണ്ടിട്ടുണ്ട്. ഷീഹൾക്കും അത് പറയാനില്ല. സോ ഒറ്റ വാക്കി ചോദിച്ചാൽ ഒരു കുണച്ച പടം. കാരണം ഇങ്ങനെ ഒരു പടത്തിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് എടുത്തവർക്കും അറിയില്ല, നമുക്കും അറിയില്ല. ഈ സിനിമയുടെ മെയിൻ ഉദ്ദേശമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് നമ്മുടെ ഫാൽക്കൺ എന്ന ക്യാരക്ടറിനെ, ആന്റണി മക്കയുടെ ഫാൽക്കൺ എന്ന ക്യാരക്ടറിനെ ഒന്ന് രജിസ്റ്റർ ചെയ്യണം. ട്രേഡ് മാർക്ക് പോലെ അടിച്ച് സീലടിച്ച് വിടണം. ഇതാണ് സാധനം എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം മാറുന്നു. ഓൾറെഡി ഫാൽക്കൺ ആൻഡ് ദി വിന്റർ സോൾജർ ഒരു സീരീസ് ഇറങ്ങിയതാണ്. അതിൽ ഈ ഒരു ക്യാരക്ടർ ഈ ഒരു മാൻഡിലെടുത്ത് അടുത്ത ക്യാപ്റ്റൻ അമേരിക്ക ആണെന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു സീൻ നമ്മൾ കണ്ടതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് പക്ഷെ ആ സാധനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പടം തന്നെ ഇറക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ അത് തീരെയില്ല. കാരണം ഇനി വരുന്ന ഏതെങ്കിലും ഒരു അവഞ്ചേഴ്സ് മൂവിയിൽ വെറുതെ ഒരു 1 മിനിറ്റ് സൈഡ് കിക്ക് ക്യാരക്ടർ പോലെ ഒരു ക്യാമിയോ പോലെ പോകേണ്ട ഒരു ക്യാരക്ടർ ഉള്ളൂ. അതാണ് ഇവന്മാർ ഇങ്ങനെ കൊണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആ ഷീൽഡ് ഉണ്ടല്ലോ, ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ഷീൽഡ്, അതിനെ കൊല വിളിച്ചിട്ടുണ്ട്. അതിനെ എന്തൊക്കെ ഈ ചങ്ങ ഇത് കൊണ്ടെടുക്കണമെന്ന് കാണാനേ ഒരു രസമില്ല. മൂപ്പർക്ക് അത് പറ്റില്ല. മൂപ്പർ എടുത്താൽ പൊങ്ങാത്ത സാധനം എന്ന് പറയില്ല, തോറിൻ്റെ ഹാമർ പോലെയാണ് മൂപ്പർക്ക് ഈ ഷീൽഡ്. അത് ഒരുമാതിരി ഇഡലിപ്പാത്രം കൊണ്ടു നടക്കണ പോലെയാണ് ഈ ചങ്ങ ഇത് കൊണ്ടുപോകണത്. മൂപ്പറുടെ ഫേസിനേക്കാൾ കൂടുതൽ ഷീൽഡ് വെച്ചിട്ടാണ് മൂപ്പർ എല്ലാം ചെയ്യണത്. അത് വെച്ച് ചെയ്യാത്തൊന്നുമില്ല. എന്തൊക്കെ അപരാധങ്ങൾ അത് വെച്ച് ചെയ്യാം. അത് ചവിട്ടിയിട്ട് എറിഞ്ഞ് ബൂമറാങ്, അതൊക്കെ സ്റ്റീവ് റോജേഴ്സ് ചെയ്യുന്ന സാധനം. ഇതിലിനിയിപ്പോൾ ആ ഷീൽഡ് വെച്ചിട്ട് ഒരുമാതിരി ഇപ്പോൾ വല്ല മണ്ണപ്പോ വല്ല ഉണ്ണിയപ്പം ചൂടാൻ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാം മൂപ്പരി ചങ്ങ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മറ്റേ വെള്ളപ്പില്ലേ, കള്ളയപ്പം, അതൊക്കെ ഇങ്ങനെ കറക്കി ചൂടുണ്ടാവും. മറ്റേതിൽ ചിലപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. സീനൊക്കെ ചിലപ്പോൾ അടുത്ത പാട്ടിൽ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ആ ഷീൽഡിനെ നശിപ്പിച്ച് അതിൻ്റെ ഒരു വില പോയി. അതിൻ്റെ വിലയും പോയി, ഈ പടത്തിൻ്റെ വിലയും പോയി. എന്തിനടാ ഇങ്ങനെ മാർവലിൻ്റെ വിലയും പോയി. ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം ഇങ്ങനെ പീക്കായിട്ട് വരും. നല്ല വല്ല സാധനങ്ങൾ വന്നിട്ട് ഒരെണ്ണം തന്നാൽ 2-3 ഇങ്ങനെ ചറ പറയാന്ന് ഇങ്ങനത്തെ കൂറ സാധനം തന്നിട്ട് പിന്നെ ഇതെന്ത് ഈ ഫോളോ വെറുതെ അല്ല അനുഭവിക്കുക. പിന്നെ ഈ ഹാരിസൺ ഫോർഡ്, ആ ചങ്ങ ഇന്ത്യാന ജോൺസൊക്കെ ചെയ്ത്, ഈവൻ റീസെൻ്റ്ലി പുറത്തിറങ്ങി ഇന്ത്യാന ജോൺസൊക്കെ ചെയ്ത്, ഇങ്ങനെ മൂപ്പര് ഒരു ഐക്കോണിക് ആക്ടറാണ്. മൂപ്പര് ഇതിൽ കാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, തണ്ടർ ബോൾട്ട് എന്ന് ചെയ്ത ആ ഒരു ക്യാരക്ടറാണെങ്കിൽ ആ ഒരു കാസ്റ്റ് ചെയ്ത വ്യക്തി മരിച്ചുകൊണ്ടാണ് ഇപ്പോൾ റീകാസ്റ്റ് ചെയ്തത്. പക്ഷെ മൂപ്പർക്ക് വയ്യേ, വേറെ ആരെങ്കിലും ചെയ്യും. ഈ ചങ്ങായിക്ക് വയസ്സായി, അയാൾക്ക് ഹൾക്കായിട്ടൊന്നും വയ്യ. റെഡ് ഹൾക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഹൾക്ക് ട്രാൻസ്ഫോം ആവുന്ന സീൻ ഉണ്ടല്ലോ, അതിലിപ്പോൾ ഷർട്ടൊന്നും ഇല്ലാതെ മറ്റേ ഒരു ട്രൗസർ മാത്രം ഇട്ട് നിൽക്കേണ്ട ഒരു സീനൊക്കെ ഉണ്ട്. അതൊന്നും കാണിക്കാൻ പോലും വയ്യ അവർക്ക്. കാരണം മൂപ്പർക്ക് വയ്യ, എടുത്തവർക്കും വയ്യ. ഇത് എങ്ങനെ ഡയറക്ടർ ഇത് എങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, വെറുതെ ഒരു സീൻ സെറ്റ് ചെയ്തിട്ട് ക്യാമറമാൻ്റെ അടുത്ത് മറ്റേ ചതിക്കാത്ത ചന്തൂൽ കാണില്ല, അതേപോലെ തന്നെ ആയിരിക്കും. ക്യാമറമാൻ ഏതെങ്കിലും ഒരു മുക്കിലായിരിക്കും, ഇത് അഭിനയിക്കുന്നവർ ഏതൊരു മുക്കിൽ ഏതോ നാടകടയിലൊക്കെ പഠിച്ചു വെച്ചിട്ടാണ് വന്ന് ആന്റണി മക്കി ഇത് അവതരിപ്പിക്കുന്നത്. സോ ഇങ്ങനെ ആയിരിക്കണം പടം. ഇങ്ങനെ കുറച്ച് ടെംപ്ലേറ്റ് സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇങ്ങനെ സെറ്റ് ബൈ സെറ്റ്, ഇതാണ് അടുത്ത് നടക്കാൻ പോകുന്നത്, ഇതാണ് അടുത്ത് നടക്കാൻ പോകുന്നത് എന്നുള്ള പക്ക സ്റ്റേജിങ് വെച്ച് പക്ക ടെംപ്ലേറ്റ് സാധനം, ഒരു പുതുമയും ഇല്ലാത്ത, ഒരു ഹൈ മൊമെൻറ്റും തരാത്ത വൺ ഓഫ് ദി വേഴ്സ്റ്റ് മൂവി എന്ന് പറയാം. ആൻഡ് ഇതിൽ ആകെ ഒരു കുഴപ്പമില്ലാന്ന് തോന്നുന്നത് നമ്മളിപ്പോൾ ട്രെയിലറിലൊക്കെ കാണില്ല, ഈ റെഡ് ഹൾക്ക് വേഴ്സസ് ഈ ഫാൽക്കൺ എന്ന ക്യാരക്ടറായിട്ട്. ക്യാപ്റ്റൻ അമേരിക്ക എന്ന് ഞാൻ പറയില്ല, അത് പറയാനുള്ള ഒരു ഇതില്ല ആ ചങ്ങായിക്ക്. അതുകൊണ്ട് ക്യാപ്റ്റൻ അമേരിക്ക അല്ല, ഫാൽക്കൺ. സോ ഈ ഫാൽക്കണും ഈ റെഡ് ഹൾക്കും കൂടിയുള്ള ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, ഒരു ക്ലൈമാക്സിൽ അടിക്കുക അതൊക്കെ വരിക. ട്രെയിലർ ഉണ്ടായാലും നമുക്കറിയാം പക്ക ഇതായി ഇതിൻ്റെ കഥ എന്താണെന്നുള്ളത് ഓൾറെഡി അവർ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ക്ലൈമാക്സ് സീനാണ് ആകെ ഇതിൽ കുറച്ചെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. പക്ഷെ അതിലും ഒരു ചേസ് ഉണ്ട് കേട്ടോ, അവർ രണ്ടുപേരും കൂടി. അത് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഒരു നാടക സെറ്റ് പോലത്തെ ഒരു സാധനത്തിൽ ഇവർ കൊണ്ട് നിർത്തും. അത് കഴിഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും കൂടി കുറേ കോൺവെർസേഷനും കുറേ ഫൈറ്റൊക്കെ കൊണ്ട് വെച്ചിട്ടുള്ളത്. പക്ക ഗ്രീൻ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ തൊട്ട് കാണാനില്ല. ഗ്രീനൊന്നല്ല ഇത്, ഈ ബംഗാളികൾ ചെയ്തത് നല്ല ഗ്രീൻ സ്ക്രീൻ, വൃത്തികെട്ട സാധനം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റി മോശം, ഡയലോഗ്സും മോശം, അഭിനയം നാടകം എന്നൊക്കെ പറഞ്ഞാൽ നാടകത്തിന് നാണക്കേടാണ്. അത്രയും കൂറ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സാധനം കിട്ടിയത്. വൺ ഓഫ് ദി വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ഫ്രം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ്. ഇതേപോലത്തെ പല സാധനങ്ങളും കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഇത് വലിയ ഏറ്റവും മോശം സാധനം എന്ന് പറയാനില്ല, എങ്കിലും വൺ ഓഫ് ദി വേഴ്സ്റ്റ് എന്ന് പറയാം. ഇതിൽ എടുത്തു പറയാനുള്ള അല്ലെങ്കിൽ നല്ലത് പറയാനുള്ള ഒന്നുമില്ല. ഒരു ആക്ഷൻ സീക്വൻസുകളെങ്കിലും നല്ലതുണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ കുറച്ചെങ്കിലും ഒരു 1 ടൈം വാച്ചബിൾ എന്നെങ്കിലും പോലും പറയാം. ബട്ട് ദിസ് വൺ വാസ് എ ഡിസാസ്റ്റർ ഫോർ മീ. സോ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഇതേപോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്, അതോ ചിലപ്പോൾ നല്ല പടമായിട്ട് തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് എൻ്റെ മാത്രം പ്രശ്നമാണെന്ന് അറിയില്ലല്ലോ. സോ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. മാർവൽ നന്നാവും തോന്നുന്നില്ല, നമുക്കെങ്കിലും നന്നാവാം. ബൈ.